രാവിലെ തന്നെ റബ്ബർ ബോർഡ് കവരയിൽ പോയി നിൽക്കുന്നത് വേറൊന്നിനുമല്ല, കോട്ടയത്തേക്ക് പോകാനാണ്. അവിടെ നിന്ന് ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. കാര്യം നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന പോലല്ലായിരുന്നു ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്ന ദൃശ്യം. ഇന്ന് ഞാൻ കോട്ടയത്തേക്ക് പോകുമ്പോൾ എന്റെ കൂടെ വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തു റിസ്ക്കും എടുക്കുന്ന സ്റ്റെഫിയാണ് എന്റെ കൂടെ ഇന്ന് വരുന്നത്. അതിനുദാഹരണം, ഇതിനു മുൻപ് ഞാൻ അവളെ വിളിച്ചപ്പോൾ ഞാൻ അവൾക്ക് ദാനമായി കൊടുത്ത കമ്മലാണ് അവൾ ധരിച്ചിരിക്കുന്നത്. വലതു കൈ കൊടുക്കുന്ന ഇടത് കൈയും ഇടത് കൈ കൊടുക്കുന്ന വലതു കൈയും അറിയരുതെന്നാണ് പ്രമാണം. പക്ഷെ ഇവളുടെ കാര്യത്തിൽ ഞാനതങ്ങ് മറന്നു. അങ്ങനെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വീട്ടിൽ നിന്നും തലവെളിയിലേക്കിരുന്ന് സ്റ്റെഫിയുമായി ഞാൻ പോകുന്നത് ആസ് യൂഷ്വൽ ലുലുമാളിലേക്ക്. ഈ ലുലുമാൾ ഇവിടെ പണിതില്ലായിരുന്നെങ്കിൽ ഈ കോട്ടയംകാർ എന്നെ ചെയ്തേനെ. അമ്മയെങ്ങളിങ്ങനെ കോട്ടയത്തേക്ക് പോകുമ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അവളുമായിട്ട് ഞാൻ നടന്ന് കുറെ കൊതി നുണയും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ലുലുമാളിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാം. കാരണം കുഴിമന്തി കഴിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇവളടുത്ത് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു കുഴിമന്തി കഴിക്കാൻ പേടിയാണെന്ന്. ഇതിന്റെ കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ചിക്കൻ ടിക്ക ബിരിയാണി മേടിച്ചു കേട്ടോ. അവള് ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ തിന്നത്തില്ല. അപ്പം ഞാൻ വന്നത് വെജ് ബിരിയാണി മേടിച്ചാലോ. പക്ഷെ അവൾക്ക് ചിക്കന് രുചിയുള്ള ചിക്കൻ ബിരിയാണി വേണം, എന്നാൽ ചിക്കൻ്റെ കഷ്ണോട്ട് വേണ്ടതാണ്. ഒരാഴ്ചയായി കുഴിമന്തി ആലോചിച്ചുകൊണ്ടിരുന്ന ഞാനത് മാറ്റി ചിക്കൻ ടിക്ക ബിരിയാണിയിലേക്ക് ആക്കിയതോർത്ത് വിഷമിച്ചിരുന്ന അത് മുഴുവനും കഴിച്ചു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞൊന്ന് സ്റ്റെഫിയുടെ പാത്രത്തിലേക്ക് നോക്ക്. അങ്ങനെ അതും കഴിച്ച് എന്തായാലും ഇരുമണി വന്നാലേന്നൊത്ത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. ഇത്തവണ പോകാനായിട്ട് മുനിസിപ്പൽ പാർക്ക് 1 മണിക്ക് തുടക്കത്തില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് നേരെ ശാസ്ത്ര റോഡിലേക്ക് എത്തി. ഈ പൊരിവേലത്ത് ഒരു കാര്യമില്ലാതെ കോട്ടയത്തിന് പോയ 2 പേരും ഞങ്ങൾ മാത്രമായിരിക്കും. ഈ കോട്ടയത്ത് ജനിച്ചാലുള്ള പ്രധാന പ്രശ്നം നമുക്കെങ്ങും പോയിരിക്കാനുള്ള ഒരു സ്ഥലമില്ലെന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലാകെ പോയിരിക്കാൻ പറ്റിയ പാർക്ക് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ പാർക്ക്, പിന്നെ ചങ്ങനാശ്ശേരിയിലെ പാർക്ക്, പിന്നെ ലുലുമാൾ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെവിടെയും പോയിരിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളെ. പിന്നെ ബസ് നോക്കി ഇരുന്നിരുന്ന് 4 മണിയായപ്പോൾ കിട്ടിയ ബസ്സിന് ഞാനും അവളും കൂടെ കയറി വീട്ടിൽ പോയി.